വളരെയധികം വർക്കഹോളിക് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ വൈഫുമാർ അല്ലെങ്കിൽ വളരെയധികം വർക്കഹോളിക് ആയിട്ടുള്ള ബിസിനസ്മാൻമാരുടെ വൈഫുമാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് ആരും അങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. സ്വാഭാവികമായിട്ട് നമ്മളൊരു 25-ാമത്തെ വയസ്സിൽ ഒരു 24-ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് മൊത്തത്തിലൊരു ട്രാൻസിഷനാണ് ഉണ്ടാകുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അമ്മയായതിനു ശേഷം ഏറ്റവും നല്ല അമ്മയാവാനുള്ള ശ്രമം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും ഒരു 25-30 കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും, ഇവളെ അപ്രോച്ച് ചെയ്യും, ഫിസിക്കൽ ഇൻറ്റിമസിക്കും കണക്ഷന് വേണ്ടിയൊക്കെ അപ്രോച്ച് ചെയ്യും. ആ സമയത്ത് ഇവൾക്ക് പല പല ടെൻഷനുകളും, പലപ്പോഴും പേരൻറ്റിങ്ങിൽ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മായിമ്മമാരൊക്കെ ഇടപെടുന്നുണ്ട്. നിനക്ക് അതറിയില്ലേ, ഇതറിയില്ലേ, നിനക്കെന്താ ഇത് അറിയാത്തതെന്നൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. ഇവരൊരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും. ഈ ടൈമിൽ ഇവർ ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തായിരിക്കും ജീവിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഭാര്യയ്ക്ക് വരുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, അമ്മയാകുമ്പോൾ വരുന്ന മാറ്റങ്ങളും എല്ലാം കാരണം തന്നെ തുടക്കത്തിൽ അവർ തമ്മിലുള്ള ഒരു ലവ് ഇൻറ്റിമസിക്കകത്തുള്ളൊരു ഫ്രിക്ഷൻ വരികയാണ്. പിന്നീട് ഇതിനകത്തൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 30-40 ഇടയിലാണ്. 30-40 ഇടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേന് ഈ അമ്മ കുറേയധികം ഫ്രീ ആവും. അപ്പോഴാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹസ്ബൻഡ് ആ ടൈമിൽ, അതായത് എൻ്റെ കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, എനിക്ക് നല്ല സ്റ്റാറ്റസ് വേണം, ഫാമിലിയിൽ നല്ല സ്റ്റാറ്റസ് വേണം, അങ്ങനെയൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് ഇദ്ദേഹം കൂടുതലായിട്ട് മണി ഏൺ ചെയ്യുന്നതിനും എന്താണ് പറയുക, ആ രീതിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ സ്ത്രീ അവരുടെ മാരിറ്റൽ ലൈഫിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത്. ആ ടൈമാണ്. അതുവരെ അവളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലും അവളൊരു ഭ്രാന്തമായിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും, അമ്മയായതിൻ്റെ ടെൻഷൻ, അമ്മയായതിൻ്റെ കൺഫ്യൂഷൻസൊക്കെ. ഇത് വന്നതിന് ശേഷം ഈ 30-40 എന്ന് പറയുന്ന ടൈമിലായിരിക്കും ഒരു സ്ത്രീ എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി, ഇമോഷണൽ കണക്ഷന് ഇതൊക്കെ ഹസ്ബൻഡിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ടൈം ആകുമ്പോഴത്തേന് പുരുഷൻ്റെ മെൻ്റൽ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ വിചാരിക്കുന്നത്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഒരു വണ്ടി ഒരു ഹോണ്ട സിറ്റി ആണെങ്കിൽ അടുത്ത ആൾ വന്നത് ഓഡി കാറിലോ BMW ആണെങ്കിൽ, ഇപ്പോൾ എനിക്കെങ്ങനെ ഓഡി കാർ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ BMW കാർ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ എനിക്ക് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ കൂടുതൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഓൺ സൈറ്റ് പോകണം, അങ്ങനെയുള്ള ചിന്തയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അല്ലെങ്കിൽ എനിക്കൊരു ഫോർച്യൂണർ വാങ്ങണം, അങ്ങനെയുള്ള ചിന്തയിലായിരിക്കും ഇവനൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്നത്. എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് എന്താണ് പറയുക, എനിക്ക് നല്ല പണം ഉണ്ടാക്കണം, അതുവഴി എൻ്റെ ഫാമിലി സന്തോഷമായിരിക്കണം എന്നുള്ള എയിമിലേക്ക് ഇവൻ്റെ 30-40 വയസ്സുകൾ ഇവൻ്റെ ചിന്ത പോകും. പക്ഷേ അതേ സമയത്താണെങ്കിൽ ഒരു PTA മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്നത്, അതായത് മറ്റൊരാളുടെ ഭാര്യ ഇറങ്ങുന്ന സമയത്ത് ആ ഹസ്ബൻഡ് ഒന്ന് ഡോറ് തുറന്നു കൊടുത്തോ, അപ്പോൾ അവളുടെ ബാഗ് അയാൾ പിടിക്കുക, അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഈ വൈഫ് ശ്രദ്ധിക്കുന്നത്. അത്ര ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നത്. അവിടം തൊട്ട് ഇങ്ങനെ ഈ കോൺഫ്ലിക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഈ വർക്കഹോളിക്കായിട്ടുള്ള ഹസ്ബൻഡ് എപ്പോഴും ശ്രമിക്കുന്നത്, അതായത് 1 കോടിയുടെ ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ 2 കോടിയുടെ ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നു, ചിലപ്പോൾ അവനൊരു 30 ലക്ഷം രൂപയുടെ ഫ്ലാറ്റിൻ്റെ ആവശ്യമുള്ളതായിരിക്കും. അവൻ സ്റ്റാറ്റസ് വളർത്തുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഭാര്യ കാണുന്നത് ആ ഫ്ലാറ്റിന് തൊട്ടു മുമ്പിലുള്ള കുടിലെ ഹസ്ബൻഡ് അവൻ്റെ വൈഫിനെ വളരെ സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നു, സ്നേഹത്തോടു കൂടി ഇടപഴകുന്നു. അല്ലെങ്കിൽ അപ്പുറത്തെ 1 BHK ഫ്ലാറ്റിലെ ഹസ്ബൻഡ് വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടിയും കരുതലോടുകൂടിയും അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവർക്കപ്പോൾ ഈ ലേഡിക്ക് അവർക്ക് 1 കോടിയുടെ ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ പോലും അവൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് മാരിറ്റൽ ലൈഫിനാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഹസ്ബൻഡ് പുറത്തേക്കാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവൻ്റെ ലോകം എന്ന് വെച്ചാൽ വീടിന് പുറവും, അല്ലെങ്കിൽ വീടിന് പുറത്തുള്ള ബിസിനസ് കാര്യങ്ങളും ലോകകാര്യങ്ങളിലേക്കായിരിക്കും അവൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ഭാര്യ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി ഓഫ് മാരിറ്റൽ ലൈഫ്. അവൾക്ക് ഫിസിക്കൽ കണക്ഷൻ വേണം, ഫിസിക്കൽ ഇൻറ്റിമസി വേണം, അതിന് വേണമെങ്കിൽ എന്താണ് ഇമോഷണൽ കണക്ഷൻ വേണം. അപ്പോൾ ഈ ഇമോഷണൽ കണക്ഷൻ ഫസ്റ്റ് ഇവർ തമ്മിൽ ഒരു ബ്രേക്ക് ആവുക. പിന്നീട് ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നൈറ്റിൽ റൂമിൽ ഞാനൊരു ഉസൈൻ ബോൾട്ട് ആകാൻ പോവുകയാണ്. അങ്ങനെ ഉസൈൻ ബോൾട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈഫ് ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആകുമെന്നാണ് ഹസ്ബൻഡ് വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ആ ഇമോഷണലി അവർ നമ്പാണെങ്കിൽ, ഇമോഷണലി അവർ എന്താണ് പറയുക, ഒട്ടും കണക്ഷൻ ഇല്ലെങ്കിൽ അവരിനി എത്ര വലിയ ഉസൈൻ ബോൾട്ടായിട്ട് ഒരു കാര്യമില്ല, അവർക്കൊരു ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇത് ഈ പറയുന്ന വർക്കഹോളിക്കായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കഹോളിക്കായിട്ടുള്ള ബിസിനസ്മാന്മാരോ ഒന്നും മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഒരു 2 കോടി രൂപ ഉണ്ടാക്കി അവർക്ക് വല്ല ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്താൽ, നല്ല കാർ വാങ്ങിച്ചു കൊടുത്താൽ, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കുമെന്നാണ് ഈ ആളുകളെ തെറ്റിദ്ധാരണ.
ഈ ഹസ്ബൻഡുമാരുടെ തെറ്റിദ്ധാരണ. ഞാൻ ഇംഗ്ലീഷിൽ എവിടെയോ വായിച്ചൊരു കോട്ടാണ്, അതൊരു ഫണ്ണി കോട്ടാണ്. അതിനകത്ത് ഈ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു 10% പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകളെ വളരെ നല്ല രീതിയിൽ ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഇമോഷൻസ് അറിഞ്ഞ് അവരെ കേട്ടിരുന്ന് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കാൻ കഴിവുള്ള 10% ആണുങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ 10% ആണുങ്ങളുടെ പുറകെയാണ് ബാക്കി 90% പെണ്ണുങ്ങളും ഉള്ളത്. അവരാഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള പുരുഷന്മാരാണ്. ഇതൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ നിങ്ങൾ അതിൻ്റെ അകത്തിലെ റിയാലിറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അപ്രോച്ചബിൾ ആവുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു എമ്പതി ഉള്ള വ്യക്തിയാവാം എന്നുള്ള സംഭവമാണ് പ്രധാനമായിട്ടും ട്രെയിൻ ചെയ്യേണ്ടത്. അതായത് വൈഫ് ഒരു പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ ആദ്യം ആലോചിക്കുന്നത് ഇതിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. സൊല്യൂഷനിലേക്കായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലും അവർക്ക് വേണ്ട സൊല്യൂഷനല്ല, അവർക്കൊരു കമ്പാനിയൻഷിപ്പാണ്, അവർക്ക് വേണ്ടത് ഒരു എമ്പതിയാണ്, അവരെ കേട്ടിരിക്കുക, അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ പെട്ടെന്നൊരു സൊല്യൂഷൻ പറയാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ പോകുന്ന സമയത്ത് അവർക്കൊരു ജഡ്ജ്മെൻറ്റായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം എഫർട്ട് ഇട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, ലോജിക്കലി ചിന്തിച്ച്. ആ ലോജിക്കൽ പിന്നീട് മതി. സോ നിങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് എന്നും വൈകുന്നേരത്ത് എത്ര ബിസി ആണെങ്കിലും വൈകുന്നേരം അവരെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ കഴിച്ചോ, കുട്ടികൾ ഫുഡ് കഴിച്ചോ, പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, കുട്ടികൾക്ക് ആശുപത്രി കൊണ്ടുപോയോ, നിങ്ങൾ എത്ര തിരക്കുള്ളതായിരിക്കട്ടെ, ആ ഒരു സംഭവം മതി, ഒരു ഡേയിൽ അവസാനം അത് മാത്രം മതി അവർക്ക് ഹാപ്പി ആയിരിക്കുക. സിമ്പിളാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അതെൻ്റെ പഠനങ്ങളിലും എൻ്റെ വായനകളിലൂടെ ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ കുലസ്ത്രീകളുടെ ധൈര്യമില്ലായ്മ. നിങ്ങൾക്ക് ഫിസിക്കൽ കണക്ഷൻ വേണമെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ വേണമെന്ന് തന്നെ പറയുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് തുറന്ന് പറയാം എനിക്കിത് വേണമെന്ന് പറഞ്ഞു. മറിച്ച് അത് അങ്ങനെ തുറന്ന് പറഞ്ഞാൽ ഞാൻ മോശക്കാരിയാണെന്ന് വിചാരിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളിൽ അബ്യൂസ് കണക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ തുറന്ന് പറയുക, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെ കാണണം, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അല്ല എനിക്ക് അത്ര എന്താണ് പീക്ക്നെസ് വരുന്നില്ല, അല്ലെങ്കിൽ ഞാനത്ര സാറ്റിസ്ഫൈഡ് അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക. ഇത് തുറന്ന് പറയാതെ ഇത് മനസ്സിലിട്ടിട്ടിട്ടിട്ട് പറയുന്ന നമ്മുടെ ഫിസിക്കൽ കണക്ഷനും ഫിസിക്കൽ ഇൻറ്റിമസിയൊക്കെ നമ്മളെന്താണ് പറയുക, ഒന്നും കിട്ടാതെ നമ്മൾ അവസാനം ലൈഫ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മെസ്സപ്പ് ആക്കുന്നതാണ്. 40കളൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 തൊട്ട് 40 വരെ ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ഉള്ള ഇമോഷണൽ ബേണൗട്ടിലൂടെയൊക്കെ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഇവർ ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, അയാൾ ഭയങ്കര എമ്പതറ്റിക് ആവും, അവിടെ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഇവർ പ്രോപ്പറായിട്ട് ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതെങ്കിൽ അതൊരു ഫിസിക്കൽ കണക്ഷനിലേക്ക് പോകും. പിന്നീട് അയാൾ ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കര മെസ്ഡപ്പ് ആവുന്ന രീതിയിലേക്ക് പോകാം. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോകും. അല്ല എങ്കിൽ മറ്റൊരു കൂട്ടത്തിൽ കണ്ടിട്ടുള്ള സ്ത്രീകളെന്ന് വെച്ചാൽ അവരൊരു നമ്പായിട്ട് മാറും. അതായത് ഇമോഷണലി എന്താണ് പറയുക, വളരെ ഡെഡായിട്ടുള്ളൊരു ജീവിയായിട്ട് മാറും. ഇമോഷനേ ഇല്ലായിരിക്കും അവർക്ക്. ആ ലെവലിലേക്ക് ഇവരങ്ങ് പോകും. അല്ലെങ്കിൽ എന്താണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക്, അല്ലെ ഭക്തി എന്നൊക്കെ പറഞ്ഞ ലെവലിലേക്ക് 30ാമത്തെ വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 40ാമത്തെ വയസ്സിനിടയ്ക്ക് അങ്ങനെ ഒരു പോകും. രണ്ട് രീതിയിലുള്ള ആളുകളായിരിക്കും. ഒരാളുകൾ കുറച്ച് അവിഹിതങ്ങളോ കുറേ കണക്ഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലേക്ക് ലൈഫ് അങ്ങനെ കൊണ്ടുപോകും. അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ പ്രഷർ ആ രീതിയിൽ പോകും. അല്ലാത്തവർ വളരെ എന്താണ് പറയുക, നമ്പായിട്ടുള്ള രീതിയിലേക്ക് വളരെ ഒരു വികാരമില്ലാത്ത ജീവികളായിട്ട് പോകും. അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് എന്താ പറയുക, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അദ്ദേഹം ഒരു ഫിനാൻഷ്യലിയൊക്കെ സെറ്റായി ഒക്കെ തിരിച്ച് വരുന്ന സമയത്തേക്ക് പുള്ളി വീണ്ടും ഒരു ഫിസിക്കൽ കണക്ഷൻ, ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വരുമ്പോൾ ഇവർ ഡ്രൈ ആണ്. പിന്നെ ആ ലൈഫ് എന്താ പറയുക, ഭയങ്കര 40 to 60 ഇങ്ങനെ ജീവിച്ച് പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണത്തിന് പുറകെയുള്ള ഓട്ടോ അല്ലെ ഫാമിലി ഡിസ്ഫങ്ഷണൽ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടികളെ വഴിക്കും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവസാനം എന്താണ് പറയുക, ലൈഫിന് ഒരു അർത്ഥവും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ജീവിതം എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒക്കെ സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാമെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിനൊരു പർപ്പസ് നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് ഇറ്റ്.